അടുത്തത് ഈ ബയോളജിക്കൽ വേൾഡിൽ ഒരുപാട് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഡൈവേഴ്സായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ പറ്റും. ഈ ഡൈവേഴ്സ് കൈൻഡ് ഓഫ് ഓർഗാനിസം അവരുടേതായ ആ പ്രോജനീനെ അല്ലെങ്കിൽ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടേതായ ഒരു ഓൺ മെക്കാനിസത്തിലൂടെയാണ്. സോ എല്ലാ ഓർഗാനിസം അവരുടേതായ ഒരു ഓൺ മെക്കാനിസം അഡോപ്റ്റ് ചെയ്തിട്ടാണ് റീപ്രൊഡക്റ്റേഷൻ എന്ന പ്രോസസ്സിലൂടെ അതിൻ്റെ യങ് വൺ അല്ലെങ്കിൽ അതിൻ്റെ പ്രോജനീനെ കണ്ടിന്യൂ ജനറേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞത് 2 മോഡിലാണ് നടക്കുന്നത്. അത് എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ എത്ര പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് റീപ്രൊഡക്ഷനിലുണ്ട്. ഒരു പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണോ അതോ 2 പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോ? ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് ആ പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് റീപ്രൊഡക്ഷനെ 2ആയിട്ട് തിരിക്കുന്നു. അതാണ് മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എസെക്ഷലും സെക്ഷലും 2 ടൈപ്പാണ്, എസെക്ഷൽ ആൻഡ് സെക്ഷൽ. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സിംഗിൾ പാരൻറ്റ്. അവിടെ ഓസ്പ്രിങ്സ് അഥവാ യങ് വൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരൊറ്റ പാരൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഒരു സിംഗിൾ പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രം ഓസ്പ്രിങ്സ് അഥവാ യങ് വൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അവിടെ സംഭവിക്കുന്നത് ഒരു പക്ഷേ വിത്ത് ഓർ വിത്തൗട്ട് ഗാമെറ്റ് ഫോർമേഷൻ ഒരു പക്ഷേ നടക്കാം, ഒരു പക്ഷേ നടക്കാതിരിക്കാം. സോ ഗാമെറ്റ് ഫോർമേഷൻ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ. സോ സിംഗിൾ പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടി യങ് വണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. അതേസമയം ഗാമെറ്റ് ഫോർമേഷൻ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് 2 പാരൻസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്, 2 വ്യത്യസ്തമായ സെക്സിൽ മെയിൽ ഫീമെയിൽ 2 വ്യത്യസ്തമായ ഓപ്പോസിറ്റ് സെക്സിൻ്റെ അല്ലെങ്കിൽ ആ 2 പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ് യങ് വൺസ് അഥവാ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇവിടെ 2 പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ 2 പാരൻറ്റും എന്താണ് ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കണം. ഒന്ന് മെയിലായിരിക്കണം, ഒന്ന് ഫീമെയിൽ ആയിരിക്കണം. അങ്ങനെ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള പാരൻസിൻ്റെ 2 പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഉണ്ടാവുന്ന റീപ്രൊഡക്ഷനാണ് സെക്ഷൽ മോഡ്. അങ്ങനെയാണ് അവർ യങ് വൺ അല്ലെങ്കിൽ പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഓപ്പോസിറ്റ് സെക്സ് മെയിൽ ഫീമെയിൽ തന്നെ. സോ മെയിൽ എന്ന് പറഞ്ഞ ആ പാരൻറ്റ് മെയിൽ ഗാമറ്റും ഫീമെയിൽ എന്ന് പറഞ്ഞ പാരൻറ്റ് ഫീമെയിൽ ഗാമറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റിനും പ്രൊഡ്യൂസ് ചെയ്ത് ആ ഗാമറ്റുകളുടെ ഫ്യൂഷനാണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എന്താണ് ഗാമറ്റ്? റീപ്രൊഡക്റ്റീവ് യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് ഗാമറ്റ്. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അത് സൈഗോട്ടായി മാറുന്നു. സൈഗോട്ട് ഒരു എംബ്രിയോ ആയി മാറുന്നു. അത് കഴിഞ്ഞ് അതൊരു യങ് വണ്ണായിട്ട് മാറുന്നു. സോ ഇതാണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇനി എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ്റെ വേറൊരു പ്രത്യേകത, അവിടെ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ടു വൺ അനദർ. ഉണ്ടാകുന്ന യങ് വൺസ് അഥവാ ഓസ്പ്രിങ്സുകൾ തമ്മിൽ ഒരുപാട് ഐഡൻറ്റിക്കൽ ആയിരിക്കും, ഒരുപാട് സാദൃശ്യം, ഒരു കോപ്പി പോലെ തന്നെ തോന്നും. സോ ഓസ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ടു തമ്മിൽ ഒരുപാട് ഐഡൻറ്റിക്കൽ ആയിരിക്കും ഓസ്പ്രിങ്സ്. അതേസമയം സെക്ഷൽ മോഡിൽ ഓസ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ആവണമെന്ന് നിർബന്ധമില്ല, നോട്ട് ഐഡൻറ്റിക്കൽ ടു വൺ അനദർ. എസെക്ഷലിൽ ഓസ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ടു ഒരേപോലെ ആയിരിക്കും ഓസ്പ്രിങ്സുകൾ. അതുപോലെ തന്നെ ഓസ്പ്രിങ്സ് എക്സാക്റ്റ് കോപ്പീസ് ഓഫ് ദെയർ പാരൻറ്റ്. അവിടെ ഉണ്ടാവുന്ന ഓസ്പ്രിങ്സ് എസെക്ഷൽ മോഡിലുണ്ടാവുന്ന ഓസ്പ്രിങ്സ് അവരുടെ ഓസ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ പാരൻറ്റിനെ പോലെ തന്നെ ഇരിക്കും, എക്സാക്റ്റ് കോപ്പീസ് ഓഫ് പാരൻറ്റുമായിരിക്കും. അതുപോലെ ഓസ്പ്രിങ്സ് തമ്മിലും ഒരുപാട് ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ സിമിലാരിറ്റി നല്ലവണ്ണം ഉണ്ടാകും. സോ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്നതാണ്. അവിടെ ഗാമറ്റ് ഫോർമേഷൻ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം. ഓസ്പ്രിങ്സ് ഉണ്ടാകുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കും തമ്മിൽ. അതുപോലെ ഓസ്പ്രിങ്സ് പാരൻറ്റുമായിട്ട് എക്സാക്റ്റ് കോപ്പീസുമായിരിക്കും. എക്സാമ്പിൾ പറയുന്നത് സിംഗിൾ സെൽ ഓർഗാനിസം, യൂണിസെല്ലുലാർ അല്ലെങ്കിൽ സിംഗിൾ സെൽ ഓർഗാനിസത്തിലും അവർ ഫോളോ ചെയ്യുന്നത് ഏതാണ്? എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് വിത്ത് സിമ്പിൾ സെല്ലുലാർ ഓർഗനൈസേഷൻ, ലോവർ എനിമൽസ്, പ്ലാന്റ്സിലും എനിമൽസിലും വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ സെല്ലുലാർ ഓർഗനൈസേഷൻ, സെല്ലുലാർ ലെവലിലുള്ള അല്ലെങ്കിൽ സെല്ലുലാർ ഓർഗനൈസേഷൻ ലെവലിലുള്ള പ്ലാന്റ്സുകളും
എനിമൽസ്, ലോവർ പ്ലാന്റ്സും ലോവർ എനിമൽസും അവർ ഫോളോ ചെയ്യുന്നത് ഏതാണ്? എ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. സോ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ 2 ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് ഫ്യൂസ് ചെയ്യും. ഓഫ് സ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ആവണമെന്ന് നിർബന്ധവുമില്ല.